വെൽക്കം ടു ഫുഡ് ടാഗ്. ഇന്ന് 1 പോട്ട് റൈസ് റെസിപ്പിയാണ് കാണാൻ പോണത്. പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 15 മിനിറ്റേ ആവുള്ളൂ. ഇത് തമിഴ്നാട്ടിലെ കാരേക്കാൽ, കടലൂർ ആ ഭാഗത്തൊക്കെ ഉണ്ടാക്കി വരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. കട്ട് സാദം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടെയാണ്. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കടലെണ്ണ വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഇനി 8-10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, 2-3 കപ്പലമുളക്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ മുറിച്ചതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 10-20 ചെറിയ ഉള്ളി, ഇത് ചെറുതായതുകൊണ്ട് മുറിക്കാതെ ഇടണത്, നിങ്ങൾക്ക് വലുതാണെങ്കിൽ മുറിച്ചിട്ടിടാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ചെറിയുള്ളി ഇടണത് കൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ജീവിതത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഭാഗവും തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ തമിഴ്നാട് ഡിഷസ് ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ തമിഴ് ഡിഷസ് ഇട്ടുകൊണ്ടിരിക്കേണ്ട, ഇനിയും കുറേ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാം ട്രൈ ചെയ്യുക, എല്ലാം കാണുക, കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചവാസന ഒന്ന് പോയാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതും ഇട്ടിട്ട് ഇതിൻ്റെ വീണ്ടും പച്ചവാസന പോണ വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 2 കപ്പ് ഞാനിവിടെ ബോയിൽഡ് റൈസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 4.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 1/2 കപ്പ് പുളിവെള്ളം, 1 കപ്പ് തേങ്ങാപ്പാൽ, 4.5 കപ്പ് സാധാരണ വെള്ളം, ഇത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൊത്തത്തിൽ 2 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ. ഈ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ എല്ലാം എടുക്കുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി പുളിവെള്ളം, തേങ്ങാപ്പാൽ, അതുപോലെ മസാലകളൊക്കെ എല്ലാം ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് കലന്ന് കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. ഇനി അടച്ച് വെച്ച് 3 വിസിലിന് വേവിച്ചെടുക്കുകയാണ്. ഞാൻ ഉപയോഗിക്കണ അരിക്ക് 3 വിസിൽ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി തുറക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുകയാണ്. എനിക്കിത് ഇഷ്ടമുള്ളത് കൊണ്ട് ചേർക്കുകയാണ് കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിക്ക് ഈ നെയ്യ് ചേർക്കില്ല. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ഇടുന്നില്ല. ഈ റൈസ് ബിരിയാണി പോലെ ഒന്നിനൊന്ന് തൊടാതിരിക്കുകയും ചെയ്യരുത്, അതുപോലെ സാമ്പാർ സാദം പോലെ കുഴഞ്ഞു പോവുകയരുത്. ആ ഒരു രീതിക്ക് വേണം നിർത്താനായിട്ട് കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. അപ്പോൾ കണ്ടോ, ഇതുപോലെ വേണം ഉണ്ടാവാനായിട്ട്. ഇതിനോടൊപ്പം സാലഡ്, അച്ചാർ, പപ്പടം, ചിപ്സ് അതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കട്ട് സാദം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്.